രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇന്നിവിടെ. നമ്മുടെ കൂടെ അതിഥിയായുള്ളത് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ബഹുമാന്യനായ അഡ്വക്കേറ്റ് PA അബ്ദുൽ ജബ്ബാർ സാറാണ്. വളരെ സ്നേഹാദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വഖഫുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ നിരന്തരമായി വരുന്നൊരു പദമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വഖഫ് ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വഖഫുകൾ നമുക്കറിയാം, ഇന്ത്യയിൽ ആയിരക്കണക്കായ വഖഫുകളുണ്ട്. അതായത് നിരവധി വസ്തുവകകൾ പബ്ലിക് ചാരിറ്റി ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾ അല്ലെങ്കിൽ നിരവധി ജീവകാരുണ്യ പർപ്പസിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്തിട്ടുള്ളത്. ഇവയുടെ മേൽനോട്ടം, നിയന്ത്രണം ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് വഖഫ് ബോർഡ് ആരംഭിക്കുന്നത്. അത് 1954 നമ്മളുടെ വഖഫ് ആക്ട് നിലവിൽ വരുന്നത്, സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തന്നെ വഖഫ് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വഖഫ് ബോർഡുകളുടെ ധർമ്മം എന്ന് പറയുന്നത് രാജ്യത്തെ വഖഫുകളുടെ സൂപ്പറിൻറ്റൻഡൻസ്, ഓവറോൾ സൂപ്പറിൻറ്റൻഡൻസ്, അത് ഈ വഖഫ് ബോർഡുകളിലാണ് ഉത്തരവാദപ്പെടുത്തുന്നത്. ഇതിനൊരു കൃത്യമായ കണക്കുകൾ ഉണ്ടാവുക, അതിന് രജിസ്ട്രേഷൻ ഉണ്ടാവുക, അതിൻ്റെ വസ്തുവകളെ സംബന്ധിച്ച് ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുക, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തുക. ആ അഡ്മിനിസ്ട്രേഷനൊക്കെ വാക്കിഫിൻ്റെ, അതായത് വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കൊക്കെ അനുസൃതമാണെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വഖഫ് ബോർഡ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ഓവറോൾ സൂപ്പറിൻറ്റൻഡൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കറിയാം, ഈ 54 ആരംഭിച്ച വഖഫ് ആക്ടിൽ പിന്നീട് ഭേദഗതികൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വഖഫ് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലുമൊക്കെ ഭേദഗതി വരുന്നുണ്ട്. ഈ നിലവിലുള്ള, അതായത് ഇപ്പോൾ വിവാദമായ ഭേദഗതിക്ക് മുമ്പുള്ള നിയമപ്രകാരം വഖഫ് ബോർഡ് എന്ന് പറയുന്നത്, അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മുഴുവൻ പേരും മുസ്ലിങ്ങളായിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. അതിൽ തന്നെ ഒരു ഭൂരിഭാഗം ആളുകളും വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് വരുന്നതാണ് എന്നുള്ളൊരു പ്രത്യേകത. ജനപ്രതികളിൽ നിന്നുള്ളവരുണ്ട്, MLA-മാരിൽ നിന്നുണ്ട്, MP-മാരിൽ നിന്നുണ്ട്, ബാർ കൗൺസിൽ മെമ്പർമാരിൽ നിന്നുണ്ട്, മുത്തവല്ലിമാരുടെ റെപ്രസെൻറ്റേറ്റീവായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇത്തരം തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരും പിന്നെ ഗവൺമെൻറ് നോമിനികളായിട്ടുള്ള ചുരുക്കം മെമ്പർമാരും അടങ്ങുന്നതാണ് നിലവിലുള്ള വഖഫ് ബോർഡ്. മറ്റൊരു പദമാണ് ഇതുപോലെ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ആളുകൾക്ക് ഈ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് കൊണ്ട് പല സംശയങ്ങളും അല്ലെങ്കിൽ അവ്യക്തതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിൽ എന്താണ് ഈ വഖഫ് ട്രൈബ്യൂണൽ എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്? വഖഫ് ട്രൈബ്യൂണൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഒരു കോടതിയാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇത്രയേറെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും തർക്കങ്ങളുണ്ടാവും. അപ്പോൾ പല വിധങ്ങളായ തർക്കങ്ങളുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി അത്തരം തർക്കങ്ങൾ പരിഹരിക്കേണ്ട ഒരു ബോഡി എന്നുള്ള നിലക്കാണ് ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നിലവിലുള്ള വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 83 പ്രകാരം ആണ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് തന്നെ വാസ്തവത്തിൽ 1995 വഖഫ് ആക്ട് വരുമ്പോൾ ഒരു ഏകാംഗ ട്രൈബ്യൂണലാണ് ഉണ്ടായിരുന്നത്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോഴിക്കോട് 3 സ്ഥലങ്ങളിലും ട്രിബ്യൂണലുകൾ ഉണ്ടായിരുന്നു. ഈ ട്രിബ്യൂണലുകൾ അന്ന് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ്, അദ്ദേഹമാണ് അതിൻ്റെ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണ്. അത് നമ്മളുടെ ജുഡീഷ്യറിയിൽ നിന്ന് വരുന്ന ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ്, അദ്ദേഹമാണ് ഈ 95 നിയമപ്രകാരം ഈ ട്രിബ്യൂണൽ എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടിയിരുന്നത്. അത് ഈ സന്ദർഭത്തിൽ ഒരു കൗതുകം പോലെ ഞാൻ പറയാം. അതായത് കേരളത്തിൽ ട്രിബ്യൂണലുകൾ ആരംഭിച്ച ശേഷം ഇക്കാലം അത്രയും വന്ന ട്രിബ്യൂണൽ ജഡ്ജസിൽ എൻ്റെ ഓർമ്മയിൽ ഈ 25 വർഷക്കാലത്തിനിടയിൽ 2 മുസ്ലിം മെമ്പർമാരാണ് ഉണ്ടായിട്ടുള്ളത്, മുസ്ലിം ജഡ്ജസാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ ജുഡീഷ്യറിയിൽ വന്നിട്ടുള്ള മറ്റ് ജഡ്ജസാണ് ഉണ്ടാവുക. പിന്നീട് 2013 ഒരു പുതിയ മാറ്റം വരുന്നത്. ട്രിബ്യൂണൽ എന്നതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു മെമ്പർ എന്നതിൽ നിന്ന് മാറി 3 മെമ്പർമാർ എന്നുള്ള നിലയിൽ അതിന് മാറ്റം വന്നു. അപ്പോൾ ഒരു മെമ്പർ ജില്ലാ ജഡ്ജിയും പിന്നീട് കൂടെയുള്ള 2 പേരിൽ ഒരാൾ ഇസ്ലാമിക നിയമത്തിൽ പരിജ്ഞാനമുള്ളയാളും മറ്റൊരാൾ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഗവൺമെൻറ് സർവീസിൽ നിന്ന് വരുന്നയാളും. ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ട്രിബ്യൂണൽ ഫങ്ഷൻ ചെയ്യുന്നത്. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഈ ജഡ്ജിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ 2 മെമ്പർമാർക്ക് ചേർന്ന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അതിൻ്റെ കോറം എന്ന് പറയുന്നത് ജഡ്ജും ഒരു മെമ്പറും കൂടി ചേർന്നിട്ടുള്ള കോറമാണ്. അതുകൊണ്ട് ജഡ്ജിൻ്റെ കൂടി തീരുമാനം അടങ്ങുന്നതാണ് ട്രിബ്യൂണലിൽ തീരുമാനം. പിന്നെ അവിടെ വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ വഖഫ് ബോർഡ്, അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സൂപ്പറിൻറ്റൻഡൻസിൻ്റെ ഭാഗമായി പാസ്സാക്കുന്ന ഉത്തരവുകൾ, തീരുമാനങ്ങൾ,
അതിലൊക്കെ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ചോദ്യം ചെയ്യാം. മറ്റൊന്ന്, അതല്ലാതെ തന്നെയും ഒരു വഖഫിൻ്റെ സ്വഭാവം സംബന്ധിച്ച് തീരുമാനിക്കാനോ ഡിക്ലറേഷനോ അത്തരം കാര്യങ്ങൾക്ക് നേരിട്ടും ഏതൊരു കോടതിയെയും പോലെ സമീപിക്കാവുന്ന ഒരു കോടതിയാണ് വഖഫ് ട്രിബ്യൂണൽ. നേരത്തെ വഖഫ് ബോർഡിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഒരു മൊത്തത്തിൽ രാജ്യത്തിലുള്ള മൊത്തം വഖഫ് സംവിധാനങ്ങളുടെ ഒരു അതോറിറ്റി എന്ന അർത്ഥത്തിൽ മേൽനോട്ടം എന്ന അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നു. എങ്ങനെ രാജ്യത്തുള്ള ഈ ഭൂമികൾ അത് ഏറ്റെടുക്കുക അല്ലെങ്കിൽ അത് ചില പ്രചരണം പോലെ പിടിച്ചെടുക്കുന്ന ഒരു ബോർഡായിട്ടൊക്കെ വ്യാപകമായി ഇങ്ങനെ പ്രചാരണം നടക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? ആ പറഞ്ഞതിൽ യാതൊരു അടിസ്ഥാനമില്ല. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തു വഖഫാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് പിടിച്ചെടുക്കാനുള്ള അധികാരം നൽകിയെന്നൊന്നും അത്തരം വകുപ്പുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ആരോപണ വിധേയമായിട്ടുള്ള വകുപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 40 നിലവിലുള്ള നിയമത്തിലെ സെക്ഷൻ 40. ആ 40 പറയുന്നത് ഈ ട്രസ്റ്റ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമോ ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഏതെങ്കിലും ഒന്ന്, അത് വഖഫിൻ്റെ എല്ലാ എലമെൻസും അടങ്ങുന്ന, ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ഏത് നിലക്കും വഖഫ് എന്ന് തീർച്ചയായും വിശ്വസിക്കാവുന്ന ഒരു സംഗതിയാണ് എന്ന് വഖഫ് ബോർഡിന് തോന്നിയാൽ അതിനെപ്പറ്റി ബന്ധപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് കൊടുത്ത് അന്വേഷണം നടത്തി അവരെ കേൾക്കേണ്ടതുപോലെ കേട്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് വഖഫ് ബോർഡിന് അത് വഖഫിൻ്റെ, അതായത് ഇവിടെ വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് അതിൻ്റെ സൂപ്പറിൻറ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഗവേണൻസ് എങ്ങനെ വേണം എന്നുള്ളത് മാത്രമാണ്. അതായത് മുസ്ലിങ്ങളുടെ സംരംഭം, പബ്ലിക് ചാരിറ്റി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ അത്തരം പർപ്പസിന് വേണ്ടിയുള്ള സംരംഭം, ആ ഒരു സംരംഭം മുസ്ലിങ്ങൾ നടത്തുന്ന ആ ഒരു സംരംഭം അത് വഖഫാണോ, വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണോ, അതോ ട്രസ്റ്റ് ആക്ടിൻ്റെയും സൊസൈറ്റീസ് ആക്ടിൻ്റെയും ഒക്കെ പരിധിയിൽ വരുന്നതാണോ എന്നുള്ള ഒരു സംശയ സന്ദർഭത്തിൽ ഇല്ല, ഇത് വഖഫ് ആക്ടിൻ്റെ എല്ലാ പരിധിയിലും വരാവുന്ന, അതിൻ്റെ പർവ്യൂവിൽ വരാവുന്ന, അതിൻ്റെ ഗവേണൻസിന് കീഴിൽ വരാവുന്ന ഒരു സംരംഭമാണിത് എന്ന് വഖഫ് ബോർഡിന് തോന്നിയാൽ, അല്ലെങ്കിൽ വഖഫ് ബോർഡിന് റീസണബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അന്വേഷണം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ബന്ധപ്പെട്ട ആളുകളെ കേട്ട് അതിലൊരു തീരുമാനം പറയാം എന്നാണ്. ആ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാത്ത തീരുമാനമല്ല. കാരണം അത് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യാം, ട്രിബ്യൂണലിൻ്റെ വിധി ശരിയല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം, അതിന് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം. ഈ എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വകുപ്പാണത്. അവിടെ ഇതിൻ്റെ ട്രസ്റ്റ്, ഈ വഖഫ് ആക്ടിൻ്റെ പർവ്യൂവിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പരിശ്രമങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കി കണ്ട് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണല്ലോ അതിൻ്റേത്. അത് മറ്റേത് പല നിയമങ്ങളിലും അത്തരം വകുപ്പുകൾ നമുക്ക് കാണാമല്ലോ. ഇതിൻ്റെ പരിധിയിൽ വരുന്നതിനെ മറ്റേതെങ്കിലും നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റെൻറ്റ് കൺട്രോൾ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യത്തെപ്പറ്റി അത് ലൈസൻസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് പറഞ്ഞ് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചു പോയാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അത് അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം സമ്മതിക്കില്ലല്ലോ. അത് ഏതൊരു നിയമത്തിന് കീഴിൽ വരുന്നതാണോ അതിൻ്റെ കീഴിൽ വരണമെന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വഖഫ് ആക്ടിൻ്റെ പരിധിയിൽ വരാവുന്ന ഒരു സംരംഭമാണെന്ന് തോന്നിയാൽ ഒരു അതോറിറ്റി അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അന്വേഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് സ്വകാര്യ വ്യക്തികളുടെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള ഒരു സംഗതിയേ അല്ല. ഈ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് തന്നെ അതിൽ വരുന്ന അപ്പീലുകൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പീലുകൾ ഉണ്ടാകാം. അതും ഇതോടുകൂടി പരിമിതമല്ല എന്നുള്ളത് തന്നെയാണല്ലോ. ട്രൈബ്യൂണൽ മാത്രം പരിമിതമല്ല, അല്ല ഹയർ ബോഡിയിലേക്കും പോകാം, കോടതിയിലേക്കും പോകാം എന്ന് തന്നെയാണ്. അങ്ങനെ ആരോപിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രൈബ്യൂണലിൻ്റെ വിധിയെപ്പറ്റി പരാമർശിക്കുന്ന ബന്ധപ്പെട്ട വകുപ്പിൽ അതിൻ്റെ തീരുമാനം ഫൈനൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. അതിനപ്പുറം ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. അതിന് അപ്പീൽ എന്നതിന് പകരം അത് ചോദ്യം ചെയ്യാൻ കഴിയുന്നത് 83(9) അനുസരിച്ചിട്ട് അത് ഹൈക്കോടതിക്ക് അതിൻ്റെ ലീഗാലിറ്റി, പ്രൊപ്രൈറ്റി അതൊക്കെ പരിശോധിക്കാം. അതായത് നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു റിവിഷനാണ് അതിന് മീതെ കൊടുക്കാൻ കഴിയുക. ഇത് അപ്പീലാണോ റിവിഷനാണോ എന്നുള്ളൊരു അതൊക്കെ നിയമരംഗത്തുള്ള അതിൻ്റെ സാങ്കേതികത്വം മാത്രം. ഒരു അഗ്രീവ്ഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ട്രിബ്യൂണലിൻ്റെ വിധിയിൽ വിഷമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ചോദ്യം ചെയ്യാൻ ഇനി മാർഗമില്ല, അത് ഫൈനലായി പോയി എന്നുള്ള ഒരു സാഹചര്യമില്ല. മറിച്ച് അദ്ദേഹത്തിന് വളരെ കൃത്യമായും ട്രിബ്യൂണലിൻ്റെ വിധിയെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം. ആ വിധിയിലും തൃപ്തനല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം. ഇതിവിടെ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ട്രിബ്യൂണലിൽ നിന്ന് പോകുമ്പോൾ CRP എന്നാണ് പറയുക ഹൈക്കോടതിയിൽ.
അതിന് മീതെ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ SLP എന്നൊക്കെയാണ് പറയുക. ഇനി ഇപ്പോൾ ഈ മാറ്റം കൊണ്ട് എന്താണ് ഉണ്ടായത്? ഇപ്പോൾ പുതുതായിട്ട് വന്ന മാറ്റം കൊണ്ട് ഉണ്ടായതും അത് തന്നെയാണ്. പക്ഷേ ഈ ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ അപ്പീൽ പോകാം, ആ അപ്പീലിനെതിരെ സുപ്രീം കോടതിയിൽ പോകാം. ഇത് തന്നെയാണ് മുമ്പും നടന്നിരുന്നത്. ആ അപ്പീൽ എന്നുള്ള സ്ഥാനത്ത് റിവിഷൻ എന്ന് പറയുമായിരുന്നു എന്ന് മാത്രമേ സത്യത്തിൽ അഫക്റ്റഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രേ സംഭവിച്ചിട്ടുള്ളൂ. വേറൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ വഖഫ് തന്നെ പല രൂപത്തിലുണ്ടല്ലോ, അതിലൊന്നാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ വഖഫ് ബൈ യൂസർ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വഖഫിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഇവിടുന്ന് 1400 വർഷത്തിന് മീതെ പഴക്കമുള്ളതാണ്. അതിൻ്റെ ആ ഒരു കൺസെപ്റ്റിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ചാരിറ്റിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപക്ഷെ ലോകാരംഭം മുതൽക്കേ മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഒരു വ്യക്തി അയാളുടെ സ്വത്തിനെ ശാശ്വതമായി എന്നേക്കുമായി ലോകാവസാനം വരെ ഈ പർട്ടിക്കുലർ ഐഡൻറ്റിഫൈഡ് പ്രോപ്പർട്ടി ഇത് ലോകാവസാനം വരെ ഈ നന്മക്കായി മാറ്റിവെക്കുന്നു എന്ന്, അതൊരു നിയമത്തിലൂടെ മാറ്റിവെക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് പൊതുവെ നമ്മൾ വഖഫിൽ മാത്രം കാണുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ വഖഫുകളുടെ അതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്താണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രവാചക കാലത്ത് തന്നെ ഇസ്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്രയേറെ പഴക്കമുള്ള വഖഫുകളാണ്. അപ്പോൾ വഖഫുകൾ ആരംഭിക്കുന്നത് അത് രേഖകൾ കൊണ്ടല്ല ആരംഭിക്കുന്നത്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു സാമൂഹ്യമായ ജീവിതം ആരംഭിക്കുമ്പോൾ അവിടെ പള്ളികളുണ്ടാവും, മദ്രസകളുണ്ടാവും, പള്ളിക്കൂടങ്ങളുണ്ടാവും. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് ബൈ യൂസർ ഉണ്ടായി എന്നേ പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ഖബർസ്ഥാൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ രേഖകൾ ഉണ്ടാക്കിയിട്ടല്ല, അത് ആദ്യം കുഴിവെട്ടി ഒരു ഖബറുണ്ടാവും, പിന്നീട് ഖബറുകൾ ഉണ്ടാവും. അങ്ങനെ ഉപയോഗം കൊണ്ട് അതൊരു വലിയ ഖബർസ്ഥാനായി മാറും. അതതിൻ്റെ രേഖകൾ നോക്കിയിട്ടല്ല. അല്ലെങ്കിൽ ഒരു മുസാഫർ ഖാന ഉണ്ടാകും, ഏതോ ഒരു നന്മയുള്ള മനുഷ്യൻ അതുവഴി നടന്നു പോകുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരു സത്രം പണിതുണ്ടാക്കുന്നു. ആ സത്രം പണിതുണ്ടാക്കി മനുഷ്യരെ നിരന്തരമായി ഉപയോഗിച്ച് അത് വഴിയാത്രക്കാരുടെ ഒരു ആശ്രയ കേന്ദ്രമായി മാറുന്നു. അതൊരു ഉപയോഗം കൊണ്ട് വഖഫാകുന്നതാണ്. അത് മൈതാനങ്ങളുണ്ടാവാം, കളിസ്ഥലങ്ങളുണ്ടാവാം, ആളുകൾക്ക് ഒത്തുകൂടാവുന്ന സ്ഥലങ്ങളുണ്ടാവാം, കിണറുണ്ടാവാം. അങ്ങനെ നിരവധി എല്ലാ നന്മയുടേതായ നിരവധിയായ വഖഫുകളുണ്ടാകാം. അതിലധികവും ബൈ യൂസർ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ബൈ യൂസർ എന്നുകൊണ്ട് ഉപയോഗം കൊണ്ട് വഖഫാവുക എന്നാണ് അതിനർത്ഥം. നിലവിലെ അമെൻമെൻറ്റ് ആക്റ്റിൽ അത് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കൺസെപ്റ്റാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതാണ് ഈ വഖഫ് എന്ന കൺസെപ്റ്റിനെ തന്നെ തകർക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തുള്ള നിരവധിയായ വഖഫുകളെ ദോഷകരമായി ബാധിക്കുന്ന ഏറ്റവും വലിയ വകുപ്പായി മാറുന്ന അതാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നൂറ്റാണ്ടുകൾ ഈ രാജ്യത്തിൻ്റെ ഭരണരംഗത്തും മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ തന്നെയും മുസ്ലിങ്ങൾ വലിയൊരു നിലക്ക് സാമൂഹ്യമായി ഇത്തരം സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ്. അപ്പോൾ അതൊക്കെ ബൈ യൂസർ വഖഫായിട്ടുള്ള ഒന്നും ഇനി വഖഫിൻ്റെ രേഖകളില്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ബുദ്ധിമുട്ടാക്കുക, ബൈ യൂസർ വഖഫ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ എടുത്തു കളയുക എന്ന് പറയുമ്പോൾ അത് ഒരു ആയിരക്കണക്കിന് വഖഫുകളെ ഒരു പക്ഷേ അത് ദോഷകരമായി ബാധിച്ചേക്കാം. പല പള്ളികളെയും പല സ്ഥാപനങ്ങളെയും. അതാണ് ഒന്ന് നിയമം ഇങ്ങനെ ഈ രീതിയിൽ അങ്ങേയറ്റം അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന രീതിയിൽ എഴുതി വെക്കുക. മറുവശത്ത് ഏറ്റവും അക്രമകരമായ രീതിയിൽ, അനീതിപരമായ രീതിയിൽ പെരുമാറുന്ന ഭരണകൂടങ്ങൾ കൂടി ഉണ്ടാവുന്നു എന്ന് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ അരാജകത്വവും സംഘർഷങ്ങളും ഒക്കെ തന്നെയായിരിക്കും. ഓക്കെ, ഇതിൽ വഖഫ് ഔലാദ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഓൾറെഡി വഖഫിൽ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഇസ്ലാമിക് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്കറിയാം, അനന്തരാവകാശം സംബന്ധിച്ച് ഇസ്ലാമിക നിയമം തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ വസിയത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിന് അതിൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. എന്നതുപോലെ തന്നെ വഖഫിൻ്റെ കാര്യത്തിലും വഖഫ് പ്രധാനമായും പബ്ലിക് ചാരിറ്റിയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പൊതുജനങ്ങളുടെ പൊതു നന്മയാണ് അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ അതായത് വാക്കിഫ് ചെയ്യുന്നയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പരമ്പരയായി ഇനി വരാൻ പോകുന്ന മനുഷ്യർക്ക് അവർക്ക് കൂടി അദ്ദേഹം അതിൻ്റെ ബെനഫിഷ്യറീസിനെ നിശ്ചയിക്കുമ്പോൾ, അതിൻ്റെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുമ്പോൾ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റേതായ ഈ വസ്തു ഞാൻ എന്നേക്കുമായി ഒരു നല്ല കാര്യത്തിന് മാറ്റിവെക്കുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക് പർപ്പസിന് അല്ലെങ്കിൽ പബ്ലിക് ചാരിറ്റിക്ക് മാറ്റിവെക്കുമ്പോൾ
അതിൻ്റെ ഒരു പോർഷൻ എൻ്റെ തന്നെ പരമ്പരയിൽ വരുന്ന മനുഷ്യർക്ക് കൂടി ഞാൻ മാറ്റിവെക്കുന്നു. ആ രീതിയിൽ വെക്കുമ്പോൾ അത് വഖഫ് അലൽ ഔലാദ്, അത് അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം പിന്നെ തുടർന്ന് വരുന്ന മക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ അനന്തരാവകാശികളായി വരുന്ന മക്കൾ പരമ്പരയിൽ വരുന്ന ആളുകൾക്ക് എന്നുള്ളതാണ് ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഖഫിൻ്റെ ഗുണഭോക്താക്കളിൽ അവരെ പ്രത്യേകമായി നിശ്ചയിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് കൂടി ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് അനന്തരാവകാശമല്ല. അനന്തരാവകാശം എന്ന് പറയുന്നത് ഒരാൾ ഇസ്ലാമിക് കൺസെപ്റ്റ് അനുസരിച്ച് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയാളുടെ വസ്തുക്കളിൽ അദ്ദേഹം വിൽപ്പത്രപ്രകാരം കൊടുത്തത്, വസിയത്ത് പ്രകാരം കൊടുത്തത് കഴിച്ച്, അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ വീട്ടി കഴിച്ച് ബാക്കിയുള്ളതെന്തോ അത് അപ്പോൾ തന്നെ അനന്തരാവകാശികൾക്ക് വീതിച്ചു കൊടുക്കുന്നതിനാണ് അനന്തരാവകാശം എന്ന് പറയുന്നത്. അതും ഇതും തമ്മിൽ വ്യത്യാസമാണ്. ഈ ഭേദഗതിയിൽ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിൽ വഖഫ് അൽ ഔലാദ് ഒഴിവാക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. അതെ, ഇവിടെ വഖഫ് അലൽ ഔലാദ് ഒഴിവാക്കി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അവിടെ വഖഫ് അലൽ ഔലാദ് അനന്തരാവകാശികളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അനന്തരാവകാശം ഡിനൈ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അത് കൂടുതൽ അവ്യക്തത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം അനന്തരാവകാശവും വഖഫും ഒരുമിച്ച് പോകാൻ പറ്റില്ലല്ലോ. കാരണം വഖഫ് ചെയ്ത വസ്തു ശാശ്വതകാലം വഖഫായി നിലനിൽക്കേണ്ടതാണ്. അതിൽ നിന്ന് പിന്നെ അനന്തരാവകാശം വീതിച്ചു കൊടുക്കാൻ കഴിയില്ല. ബന്ധപ്പെട്ട വ്യക്തി അയാൾ മാറ്റിവെച്ചതിൽപ്പെട്ടതാണത്. വഖഫായി മാറ്റിവെച്ചതുണ്ടാവാം, വസിയത്തായി മാറ്റിവെച്ചതുണ്ടാവാം. ഇതെല്ലാം കഴിച്ച് ബാക്കി എന്താണോ ഉള്ളത് അതാണ് അനന്തരാവകാശികൾക്ക് ലഭിക്കുക. അതിനൊക്കെ ഇസ്ലാമിന് കൃത്യമായ നിയമങ്ങളുണ്ട്. കാരണം ഒരാൾ അയാളുടെ സ്വത്ത് മുഴുവൻ ഈ രീതിയിൽ പബ്ലിക് ചാരിറ്റിക്കൊന്നും കൊടുക്കാൻ ഇസ്ലാം വ്യവസ്ഥ ചെയ്യുന്നില്ല. അതിനൊക്കെ അതിൻ്റേതായ നിബന്ധനകളുണ്ട്. അപ്പോൾ അദ്ദേഹം ബാക്കി വെച്ചിട്ടില്ല, തൻ്റെ അനന്തരാവകാശികൾക്ക് വേണം എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം ബാക്കി വെച്ചിട്ടുള്ളതിലാണ് അവർക്ക് അവകാശം ഉണ്ടാകും. വഖഫ് എന്ന് പറയുന്നത് വഖഫാണെങ്കിൽ അത് ശാശ്വതമായി അദ്ദേഹം നിശ്ചയിച്ചു വെച്ച കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് പിന്നൊരു അനന്തരാവകാശം ലഭിക്കാൻ പോകുന്നില്ല. മറിച്ച് അനന്തരാവകാശികൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ബെനഫിറ്റ്സ്, ഒരു ബെനഫിഷ്യറി എന്നുള്ള നിലയിലുള്ള ബെനഫിറ്റ്സ്, അതാണ് അവർക്ക് കിട്ടുക. ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നൊരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വിധവകളാക്കപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ അവർക്ക് കിട്ടുന്ന അനന്തരാവകാശം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ബില്ലുകൾ കൊണ്ടുവരിക, അത് നിയമമാക്കപ്പെടുന്നത് എന്നിങ്ങനെ പ്രചരണം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ വഖഫ് അങ്ങനെ ആരുടെയും അനന്തരാവകാശത്തെ റദ്ദ് ചെയ്യപ്പെടുകയോ വിധവകളാക്കപ്പെട്ട സ്ത്രീകൾ റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമില്ല. വഖഫ് അലൽ ഔലാദിനെ സംബന്ധിച്ച് ഈ വഖഫ് ആക്ടിലെ വഖഫ് എന്ന് നിർവചിക്കുന്നതിൻ്റെ ഒരു സബ് ക്ലോസിലാണ് ഈ വഖഫ് അലൽ ഔലാദ് നിർവചിക്കുന്നത്. അത് നിർവചിക്കുമ്പോൾ നിലവിലെ നിയമത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് വാക്കിഫിൻ്റെ മക്കൾ പരമ്പരയിൽ വരുന്ന ആളുകൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് വേണ്ടി ബെനഫിറ്റ് നിശ്ചയിക്കാമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ആ പരമ്പര ഒരു ഘട്ടത്തിൽ തീർന്നുപോയി എന്ന് വരിക, അത് അവസാനിച്ചു, തീർന്നുപോയി എങ്കിൽ ഈ അവർക്കായി മാറ്റിവെച്ച ആ കാര്യങ്ങൾ, അത് എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ വെൽഫെയർ, നിരവധി കാര്യങ്ങൾ നിലവിലെ നിയമത്തിൽ അത് സംബന്ധിച്ച് പറയുന്നത് ഈ provided when the line of succession fails, the income of the waqf shall be spent for the education, development, welfare and such other purposes as recognized by Muslim law എന്ന് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വിദ്യാഭ്യാസപരമായ മറ്റ് വികസനപരമായ ക്ഷേമപരമായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, കാരണം അവരുടെ പരമ്പര അവസാനിച്ചു പോയാൽ എന്ന് പറയുന്നുണ്ട്. അവിടെ ഈ വെൽഫെയർ എന്ന പദത്തിന് ശേഷം ഈ പുതിയ ഭേദഗതിയോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടുന്ന പദങ്ങളിൽ ഇപ്പോൾ പറയുന്നത് ഈ രീതിയിൽ ചേർക്കപ്പെടുമെന്നാണ്. അതായത് ആ വെൽഫെയർ എന്ന പദത്തിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഓർ മെയിൻ്റനൻസ് ഓഫ് വിഡോ, ഡൈവോഴ്സ്ഡ് വിമൻ ആൻഡ് ഓർഫൻ ഇഫ് വാക്കിഫ് സോ ഇൻറ്റൻസ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് എന്നൊരു പദം ചേർത്തിട്ടുണ്ട്. ഇതൊരു ഗിമ്മിക്കാണെന്നേ പറയാൻ സാധിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഫ് വാക്കിഫ് സോ ഇൻറ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് വാക്കിഫ് ഇത്തരം കാര്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുകൂടി ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അതിന് ഈ അമെൻമെൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം വാക്കിഫ് അത്തരത്തിൽ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വഖഫ് ഡീഡിൽ പ്രകടമായിരിക്കും. അത് അപ്രകാരം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിലവിൽ തന്നെ ഒരു വഖഫിനെ സംബന്ധിച്ചിടത്തോളം വാക്കിഫിൻ്റെ നിശ്ചയങ്ങൾ എന്താണോ ആ നിശ്ചയങ്ങൾക്കനുസൃതമായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതിന് ഈ ഭേദഗതിയുടെ ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിനുവേണ്ടി തന്നെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് വെൽഫെയർ എന്നതിൻ്റെ കൂടെ ഇത്തരം കുറച്ച് പദങ്ങൾ കൂടി ചേർത്തിട്ട് ഇത് മുഴുവൻ സ്ത്രീകളുടെ സംരക്ഷണത്തിനാണ് അല്ലെങ്കിൽ വിധവകളുടെ സംരക്ഷണത്തിനാണ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ കൊള്ളാം എന്നല്ലാതെ അതിൽ വലിയ കാര്യമുണ്ട്. പ്രചരണങ്ങൾ ഒരു രാഷ്ട്രീയമായ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നേ അത് വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യങ്ങൾക്കപ്പുറം പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ കൂടി അതിൽ കയറി കൂടുന്നു എന്നുള്ളതാണ് ഒരു സംഗതി. ഈ വഖഫ് നമുക്കറിയാം ഒരു മതകീയമായ ഒരു കൺസെപ്റ്റിലുള്ള ഒരു സംഗതിയാണല്ലോ. ഇതുപോലെ തന്നെ വ്യത്യസ്ത മുസ്ലിങ്ങൾ പോലെ തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തമായ അങ്ങനെ വഖഫ് ബോർഡ് പോലെ വ്യത്യസ്തങ്ങളായ ബോർഡുകൾ ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് നമുക്കറിയാവുന്നതാണ്. ദേവസ്വം ബോർഡിൽ ഹിന്ദു മതവിശ്വാസികളുമായി ബന്ധപ്പെട്ട അവരുടെ ആരാധനാപരമായ മറ്റിതര കാര്യങ്ങൾക്കൊക്കെയുള്ള മതപരമായ സംരംഭങ്ങളുടെ മേൽനോട്ടമാണ്, അവിടെ ക്ഷേത്രങ്ങളുടെയൊക്കെ മേൽനോട്ടമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടത് ഹിന്ദു മതവിശ്വാസികളാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസം ആദർശമായി സ്വീകരിച്ച പല ആളുകളും അതിൻ്റെ ബോർഡിലൊക്കെ വരുമ്പോൾ തങ്ങൾ ഹിന്ദു മതവിശ്വാസികളാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ രാജ്യത്ത് വിവാദമായിട്ടുള്ള. എന്തായാലും പക്ഷെ നമ്മുടെ ഭരണഘടന ലക്ഷ്യം വെക്കുന്നത് ഏതൊരു മതവിഭാഗത്തിൻ്റേതായാലും അവരുടെ മത താല്പര്യങ്ങൾക്കനുസൃതമായി ആദർശത്തിനനുസൃതമായി അവരുടെ സ്വത്തുവകകൾ സംരക്ഷിക്കപ്പെടുമ്പോൾ ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അത് മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഭരണഘടന തത്വങ്ങളിൽപ്പെട്ടൊരു കാര്യമാണത്. അതിലാരും അതിനകത്തൊരു വർഗീയതയോ അസ്വാഭാവികതയോ ഒന്നും കാണേണ്ട കാര്യമില്ല. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമാണെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമാണ്. അത് അന്യായമല്ല, നീതിയാണ് എന്നുള്ളതാണ്, നീതിയുടെ താല്പര്യമാണ് എന്നാണ് പൊതുവേ നമ്മൾ ഇക്കാലം അത്രയും മനസ്സിലാക്കിയതും മനസ്സിലാക്കപ്പെടുന്നത്. പക്ഷെ എന്നാലും ഈ ഭേദഗതി നിയമത്തോടുകൂടി യഥാർത്ഥത്തിൽ വഖഫിലേക്ക് ബോർഡിലേക്കും കൗൺസിലിലേക്കാണെങ്കിലും രണ്ട് നോൺ മുസ്ലിം വേണം എന്നൊരു നിർബന്ധ ബുദ്ധി വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം മതവിശ്വാസങ്ങൾക്ക് എതിരെയുള്ളൊരു നടപടിയായിട്ട് കൂടി കാണേണ്ടത്. തീർച്ചയായിട്ടും ഏതൊരു സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം ഒരു സാധാരണ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ നിയമം ചോദ്യം ചെയ്യപ്പെട്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ വരുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഏതൊരു സാധാരണക്കാരനെയും പോലെ സുപ്രീം കോടതിക്ക് ചോദിക്കേണ്ടി വരുന്നത് നിങ്ങളിപ്പോൾ ഇതുപോലെ ഈ തിരുപ്പതി ദേവസ്വത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളത് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ കാര്യത്തിൽ ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവിടെ വഖഫ് ചെയ്യുന്നത് അത് മുസ്ലിങ്ങൾ മാത്രം അവരുടെ സ്വത്തുവകൾ ചെയ്യുന്നു. ഭരണഘടനയുടെ 25ഉം 26ഉം അനുച്ഛേദങ്ങൾ ഇത്തരത്തിൽ മതവിശ്വാസികൾക്ക് സ്വത്തുക്കൾ സമ്പാദിക്കാനും ആർജിക്കാനും മാനേജ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ടും ഈ ഒരു വിഭാഗത്തിൻ്റെ സ്വത്തിൻ്റെ മാനേജ്മെൻറ്റ് വരുമ്പോൾ അവരുടെ മതപരമായ ആവശ്യങ്ങൾക്കും മറ്റുമുള്ള സ്വത്തിൻ്റെ മാനേജ്മെൻറ്റ് വരുമ്പോൾ അത് നിർവഹിക്കേണ്ടതിൽ നിർബന്ധമായും കമ്പൽസറിലി ദർ ഷുഡ് ബി സം മെമ്പേഴ്സ് ഫ്രം അതർ കമ്മ്യൂണിറ്റി എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത് അത് സദുദ്ദേശപരമാണെന്ന് പറയാൻ കഴിയും. ഭരണഘടന നൽകുന്ന ഒരു ഉറപ്പിനെ കൂടി ലംഘിക്കുകയാണ് അവിടെ. കേരളത്തിലേക്ക് വന്നാൽ നമുക്കറിയാം മുനമ്പം എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ. ഈ വഖഫ് ഭേദഗതി നിയമം വരുന്നതോടുകൂടി മുനമ്പത്തെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന വലിയ പ്രചരണം ആ ബില്ല് പാസ്സാക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. പല വിഭാഗങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് അത്തരം പ്രചരണങ്ങൾക്ക് വലിയ ഊക്ക് നൽകിയിരുന്നു. അതിൽ പിന്നീട് ആ നിയമം പാസ്സായതിനു ശേഷം വീണ്ടും അത് ഈ ഭേദഗതി നിയമത്തിലൂടെ മാത്രം അത് പരിഹരിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല എന്ന് മന്ത്രി തന്നെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ മുനമ്പം ഇതുമായി എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? മുനമ്പം വിഷയം തീർത്തും ഒരു സിവിൽ തർക്കമാണ്. അതിനെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് ഭേദഗതി വരുന്നത് തന്നെ ആദ്യം ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇത് വലിയ അനീതിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു നിയമമാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ച ശേഷം പെട്ടെന്ന് ഈ രീതിയിൽ നിയമം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രചാരണത്തിന് ഉപയോഗിക്കപ്പെട്ട ഒരു ടൂളാണ് മുനമ്പം എന്ന് പറയുന്നത്. മുനമ്പം സത്യത്തിൽ വിൽക്കാൻ അവകാശമില്ല എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആ സ്വത്തിന് വിൽപ്പനാധികാരമില്ലാത്ത സ്വത്തിനെ ചില ആളുകൾ വിറ്റു എന്നുള്ളതാണ് അതിനകത്തെ നിയമതർക്കത്തിൻ്റെ ചുരുക്കം. ഇത് നമ്മുടെ നാട്ടിൽ നിരവധി സന്ദർഭങ്ങളിൽ നടക്കാറുണ്ട്. ഇപ്പോൾ ഒരു മൈനറുടെ വസ്തു വാങ്ങിയവൻ പെട്ടു. കാരണം കൃത്യമായ അനുവാദം കോടതിയിൽ നിന്നില്ലെങ്കിൽ അത് വാങ്ങാൻ പാടില്ല.
എന്നതുപോലെ തന്നെ ഞാൻ വേറെയും പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിലെ തന്നെ വേറൊരു സഭയുടെ, ഒരു ക്രിസ്ത്യൻ സഭയുടെ വസ്തു അവരുടെ കർദിനാൾ വിൽക്കുമ്പോൾ ആ കർദിനാളിന് അദ്ദേഹത്തിൻ്റെ കാനൻ നിയമപ്രകാരമുള്ള അധികാരവും മറികടന്നാണ് അത് വിറ്റതെങ്കിൽ വാങ്ങിയവൻ പെട്ടു. ഈ രീതിയിൽ നിരവധി സിവിൽ തർക്കങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു വഖഫ് വസ്തു അവകാശമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വിൽപ്പനാധികാരമില്ലാത്ത ആളുകൾ വിറ്റു എന്നുള്ളതാണ് ഇതിനകത്തെ തർക്കത്തിൻ്റെ ചുരുക്കം. അതിന് മാറ്റേണ്ടത് വഖഫ് നിയമമാണ്, അല്ലാതെ വാങ്ങിയ ആളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് മൈനറുടെ വസ്തു വാങ്ങിയ ആൾക്ക് അയാൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് പറയാൻ പറ്റുമോ ആ മൈനറെ സംബന്ധിക്കുന്ന നിയമമാണ് മാറ്റേണ്ടത്, അല്ലാതെ എൻ്റെ കുറ്റമല്ല എന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സഭാധികാരിയിൽ നിന്ന്, അധികാരമില്ലാത്ത സഭയുടെ അധികാരിയിൽ നിന്ന് വാങ്ങിയ ആൾക്ക് പറയാൻ സാധിക്കുമോ കാനൻ നിയമമാണ് മാറ്റേണ്ടത്, അല്ലാതെ എൻ്റെ കുറ്റമല്ല എന്ന് പറയാൻ കഴിയും? അതാണ് അവിടെ സംഭവിച്ചത്. എന്തോട്ടെ, ഈ മുനമ്പം വിഷയത്തിന് ഈ ഭേദഗതി ഒരു പരിഹാരമേ അല്ല. അത് ഇപ്പോൾ എല്ലാത്തിനും ശേഷം ബന്ധപ്പെട്ട മന്ത്രി തന്നെ പറയുന്നത് നിങ്ങൾ വ്യവഹാരം തുടരുക തന്നെ വേണം എന്നാണ്. കാരണം അതൊരു നിയമക്കുരുക്കും നിയമതർക്കവുമാണ് എന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രത്യേകിച്ചും മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള അവരുടെ പൊതുധാരയിൽ നിന്നുള്ള നേതാക്കളും ഒക്കെ പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ, പൊതുവെ രാഷ്ട്രീയ സംഘടനകളൊക്കെ പറഞ്ഞത് ഈ വിഷയം മറ്റു നിലക്ക് പരിഹരിക്കണം എന്നുള്ളതാണ്. അതിനുള്ള പരിഹാരങ്ങൾ മറ്റു നിലക്ക് അന്വേഷിക്കാവുന്നതും കക്ഷികളിരുന്നും ബന്ധപ്പെട്ട ആളുകളിരുന്നും ഒക്കെ അന്വേഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ഭേദഗതി നിയമം കൊണ്ട് അതിലെ ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പ് കൊണ്ട് ഈ വിഷയം അങ്ങ് പരിഹരിച്ച് കളയാം എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. നിലവിൽ സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ ഹർജികളൊക്കെ വരുന്ന സമയത്ത് കോടതിയുടെ ഇടപെടലുകൾ, വാദമുഖങ്ങൾ, യഥാർത്ഥത്തിൽ അതിനോടുള്ളൊരു പ്രതികരണം യഥാർത്ഥത്തിൽ എന്താണ്? വളരെ അങ്ങേയറ്റം എന്താ പറയുക, ആശ്വാസകരം എന്നൊക്കെ പറയാൻ സാധിക്കും. ആശ്വാസകരം എന്ന് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് ആശ്വാസകരം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്ത് ഇനിയും ഒരു അവസാന അത്താണിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന സമാധാനകാംക്ഷികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷകരമാണത്. കാരണം നോക്കൂ, സാധാരണഗതിയിൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനപ്രതിനിധികൾ കൂടിയിരുന്ന് നിരവധിയായ ചർച്ചകൾക്ക് ശേഷം പാസ്സാക്കുന്ന ഒരു നിയമമാണ്. അതിൽ കോടതി എങ്ങനെ കയറി ഇടപെടുക എന്നുള്ളത് അങ്ങേയറ്റം അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്ന ആദ്യ സന്ദർഭത്തിൽ തന്നെ, വാദം തുടങ്ങിയ ആദ്യ അരമണിക്കൂറിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരികയാണ് കോടതിക്ക്. നമ്മുടെ ഭരണഘടന ഇങ്ങനെയായിരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മട്ടിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത്? അപ്പോൾ പിന്നെ നമ്മുടെ ഭരണഘടനയുടെ 25ഉം 26ഉം അനുച്ഛേദങ്ങളുടെ പ്രസക്തി എന്താണ് എന്നുള്ള മട്ടിൽ, അതുപോലെ തന്നെ അത് ഓരോ വകുപ്പുകളിലെടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ. ഒരാൾ മുസ്ലിം ആകേണ്ടത് എങ്ങനെയാണെന്ന് ഭരണകൂടം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ ഇക്കാലം അത്രയും നമ്മൾ സ്വീകരിച്ചു വന്ന മതസ്വാതന്ത്ര്യത്തിനൊക്കെ അങ്ങേയറ്റം എതിരല്ലേ. അപ്പോൾ സുപ്രീം കോടതി ഇതിനെ വളരെ ഗൗരവത്തിൽ കണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്, ഇപ്പോൾ നമുക്കറിയാമല്ലോ അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്, സുപ്രീം കോടതി പാസ്സാക്കാൻ പോകുന്ന ഉത്തരവിനെ പറ്റിയിട്ടുള്ള ചില സൂചനകൾ നൽകി. ആ സൂചനകളെ ഗൗരവത്തിലെടുത്തുകൊണ്ട് അത് ഒരു ഉത്തരവായി വരുന്നതിന് മുമ്പേ തന്നെ അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ആ മുസ്ലിങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള വഖഫ് ബോർഡുകളോ കൗൺസിലുകളോ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല. വഖഫ് ബൈ യൂസറിനെ പറ്റിയിട്ടുള്ള പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വഖഫുകൾ ഞങ്ങൾ ഡീനോട്ടിഫൈ ചെയ്യാൻ പോകുന്നില്ല എന്നിങ്ങനെയുള്ള ഒരു സബ്മിഷൻസ് കേന്ദ്ര ഗവൺമെൻറ് പറയാനിട വരുന്നു. അതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അത് സുപ്രീം കോടതി മിനിറ്റ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതി അങ്ങേയറ്റം ഗൗരവത്തിലെടുത്തിരിക്കുന്നു എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അങ്ങേയറ്റം ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. ഈ ഭേദഗതി നിയമത്തിൽ മുസ്ലിമിന് മാത്രമാണ് ഇനി മുതൽ വഖഫ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു 5 വർഷത്തെ പ്രാക്ടീസിങ്, അതാണ്, അത്തരം ആളുകൾക്ക് മാത്രമേ അതിനുള്ള അവകാശം ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ഒരു പ്രശ്നമല്ലേ, പ്രാക്ടീസിങ് മുസ്ലിം എന്നത് ഏത് അളവുകോൽ വെച്ച് കൃത്യപ്പെടുത്തുമെന്നുള്ളത്? തീർച്ചയായിട്ടും ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒന്ന്, ഇതൊരു ഇസ്ലാമിക നിയമമാണ്. അത് മുസ്ലിം മതവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് വഖഫ് എന്ന് പറയുന്നത്. നിലവിലുള്ള നിയമത്തിലുണ്ടായിരുന്ന ഒരു അധിക വകുപ്പെന്ന് വേണമെങ്കിൽ പറയാവുന്നത്, ഈ
പൊതു നന്മ ഉദ്ദേശിച്ചിട്ടുള്ള സംരംഭങ്ങൾ. ഈ സംരംഭങ്ങൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, വഖഫ് എന്ന് പറയുന്നത് പള്ളികളോ മദ്രസകളോ മാത്രമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി യൂണിവേഴ്സിറ്റികൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹംദർദ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി, ഇവരുടെയൊക്കെ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ പ്രവർത്തിക്കുന്നത് വഖഫിൻ്റെ കൂടി പിൻബലത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ സംരംഭങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സംരംഭങ്ങളൊക്കെ ഒരു പക്ഷേ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെയും അതിലേക്കല്പം വസ്തുദാനം ചെയ്യാനൊക്കെ പ്രേരിപ്പിച്ചേക്കാം. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ചിട്ട് അത്തരം ദാനം ചെയ്യപ്പെടുന്ന വഖഫുകൾ ഏതൊരു വഖഫിനോട് ബന്ധിച്ചാണോ അതുള്ളത് അതുപോലെ തന്നെ വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് പരിഗണിക്കപ്പെടും. അതിൻ്റേതായിട്ടുള്ള എല്ലാ സംരക്ഷണവും നൽകുമെന്നുള്ളതാണ്. അത് ഇവിടെ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ഒരു വശം, വഖഫിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സംഗതി. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് വഖഫ് ചെയ്യുന്നതിൻ്റെ സാധ്യത അങ്ങേയറ്റം പരിമിതപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം ആണെന്ന് വിചാരിക്കേണ്ടി വരും. ഒരാൾ വഖഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ പ്രാക്ടീസിങ് മുസ്ലിം, അതിനൊരു സമയവും നിശ്ചയിക്കുകയാണ്. 5 വർഷം അയാൾ പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം. അത് വെറുതെ പ്രാക്ടീസിങ് മുസ്ലിം എന്നല്ല അതിൻ്റെ വേർഡിങ്സിൽ ഷോയിങ് ആൻഡ് ഡിമോൺസ്ട്രേറ്റിംഗ് ആസ് എ മുസ്ലിം എന്നുള്ളതാണ്. അപ്പോൾ അയാൾ ഒരു പ്രകടനാത്മകപരമായി തന്നെ അയാൾ മുസ്ലിം ആയിരിക്കണം. അതാരാ മോണിറ്റർ ചെയ്യുക? ഇതിപ്പോൾ നിയമമാണ്. ഇനിയിപ്പോൾ ചട്ടങ്ങൾ വേണമെങ്കിൽ കൊണ്ടുവരാം. അതായത് ഇയാൾ 5 വർഷം മുസ്ലിം ആയിരുന്നോ എന്ന് ഇന്ന അതോറിറ്റി പരിശോധിക്കും. ആ പരിശോധിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ പരിശോധിക്കും. ഇന്ന രീതിയിൽ അയാളെ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്നോ ജനമധ്യത്തിൽ, അയാളെ തന്നെ ഒരു മുസ്ലിമായി ഷോ ചെയ്തിരുന്നോ ജനമധ്യത്തിൽ, ഇതൊക്കെ പരിശോധിക്കാൻ നിയമങ്ങളുണ്ടായി എന്ന് വിചാരിക്കുക, ചട്ടങ്ങളുണ്ടായി എന്ന് വിചാരിക്കുക. എന്തൊരു അങ്ങേയറ്റം പരിതാപകരമാണത്. കാരണം ഒരു പൗരൻ്റെ വിശ്വാസത്തെ പരസ്യമായി പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ ഇത്? അയാളുടെ സ്വകാര്യത, അയാളുടെ അഭിമാനം, അയാളുടെ സ്വാതന്ത്ര്യം, ഇതെല്ലാം അതിൽ ലംഘിക്കപ്പെടുന്നില്ലേ നിരവധിയായ മാനങ്ങളിൽ? അപ്പോൾ അത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇതിൻ്റെ ഒരു രസകരമായ മറ്റൊരു വസ്തുത, ഈ രീതിയിൽ 22 കാരറ്റ് മുസ്ലിമാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഒരാളെ കൊണ്ട് വഖഫ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറയുന്ന അതേ നിയമം മറുവശത്ത് പറയുന്നത് അത്തരത്തിലുള്ള വഖഫ് വസ്തുവിൻ്റെ മേൽനോട്ടം നിർവഹിക്കാനുള്ള വഖഫ് ബോർഡ്, അതിലെ ഭൂരിപക്ഷം അംഗങ്ങളും, 2 പേരല്ല സത്യത്തിൽ, ഭൂരിപക്ഷം അംഗങ്ങളും വേണമെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവരാകാം എന്നതാണ് ഈ ഭേദഗതിയുടെ മറുവശം. അപ്പോൾ അത് തീർത്തും ഇരട്ടത്താപ്പെന്നോ ഒക്കെ പറയാവുന്ന സംഗതിയല്ല. കോടതിയുടെ ഈ ഇടപെടൽ യഥാർത്ഥത്തിൽ ഭരണഘടന മുറുകെ പിടിക്കുന്ന, അത് ഉയർത്തുന്ന മൂല്യങ്ങളെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ജനങ്ങൾക്കത് ഫീൽ ചെയ്യുക. യഥാർത്ഥത്തിൽ ഇനി തുടർന്നുള്ള അതിൻ്റെ കോടതിയുടെ വ്യവഹാരങ്ങളുടെ മുന്നോട്ട് പോക്കിൽ ഒരു നിയമവിദഗ്ധൻ എന്ന നിലക്ക് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളൊക്കെ അതിനെ നോക്കിക്കാണുന്നത്. കാരണം ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നം എന്നുള്ള നിലക്കല്ല നിയമരംഗത്തുള്ള ആളുകൾ എന്നല്ല ഏതൊരു ജനാധിപത്യ വിശ്വാസിയും ഇതിനെ കാണേണ്ടത് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരുടെ പ്രശ്നം എന്നുള്ള നിലക്കല്ല, മറിച്ച് രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം ഇക്കാലം അത്രയും നാം ഉയർത്തിപ്പിടിച്ച ഒരു ഭരണഘടനാ മൂല്യങ്ങളുണ്ട്. അത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ ജീവിക്കുന്ന ഭാരതത്തെ പോലെയുള്ള ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓരോ മതവിശ്വാസിയുടെയും ഓരോ മതവിഭാഗങ്ങളുടെയും വിശ്വാസങ്ങളെ അങ്ങേയറ്റം മാനിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ ആത്മവിശ്വാസത്തെ പരിക്കേൽപ്പിക്കുന്ന ഒരു ഭേദഗതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനെ ആ അർത്ഥത്തിൽ കാണുമ്പോൾ സുപ്രീം കോടതി ഇതിനെ ഗൗരവത്തിലെടുക്കുന്നു എന്നും അത് എൻ്റെ ഭരണഘടനാ ലംഘനങ്ങളെ സുപ്രീം കോടതി മാറ്റിയെടുക്കും എന്നുമുള്ള ഒരു പ്രതീക്ഷ പുലർത്തുകയാണ് ഒരു നിയമവിദഗ്ധൻ എന്നല്ല ഒരു നിയമത്തെ പഠിക്കുന്നയാൾ, അത് പ്രയോഗിക്കുന്നയാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഇത്രയും നേരം ഈ വിഷയവുമായി നമ്മളുമായി സംവദിച്ചതിന്. യഥാർത്ഥത്തിൽ ഇത്തരം നിയമമേഖലകളെക്കുറിച്ചുള്ള കുറേ ധാരണകൾ, പല അർത്ഥത്തിൽ തെറ്റായ ധാരണകൾ പൊതുസമൂഹത്തിനിടയിൽ വഖഫുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത് തിരുത്താൻ ഇതിലൂടെ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ നന്ദികളും അഡ്വക്കേറ്റ് പി എ ജബ്ബാർ സാറിന് നൽകുകയാണ്.